അവിടെ വേറെ ഇരിക്കുമല്ലോ അതാരെ ഈ എന്തിനാ അവിടെ കയറിയിരിക്കണേ? അതാ ഞാനും ആലോചിക്കുന്നത്. ചന്ദ്രനടി എന്നാണ്. പിന്നീട് അത് കോൺഗ്രസ് അനുകൂല പേജുകളും ഏറ്റെടുത്തു. ഇത് ഇനി ഏറെക്കാലം കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ട്രോളുകളിൽ തിളങ്ങി നിൽക്കുമെന്ന് ഉറപ്പാണ്. അങ്ങനെ അതും നമ്മൾ നേടി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അദാനിയെ എപ്പോഴും വിമർശിക്കുന്ന രാഹുൽ ഗാന്ധിയെ ഉദ്ദേശിച്ച് തന്നെയാണ് മോദിയുടെ ഈ പരാമർശം. കേരളത്തിന്റെ ആകെ പദ്ധതിയാണ്, എല്ലാ ജനങ്ങൾക്കും ക്രെഡിറ്റ് ഏറ്റെടുക്കാവുന്ന പദ്ധതിയാണ്. ഹലോ, നമസ്കാരം. പേജ് 10 സ്റ്റോറീസിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ അൻഷാദ്. അങ്ങനെ പതിറ്റാണ്ടുകളായി കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായിരുന്ന വിഴിഞ്ഞം ഇന്ന് യാഥാർത്ഥ്യമായി. വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു. വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിലാണ് കമ്മീഷനിങ് ചടങ്ങ് നടന്നത്. തുറമുഖത്തിന്റെ ക്രെഡിറ്റ് ആർക്ക്, വേദിയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാനം, അങ്ങനെ പല വിവാദങ്ങൾ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴാണ് പ്രൗഢമായ ഉദ്ഘാടന ചടങ്ങ് നടന്നത്. അതുകൊണ്ട് തന്നെ വളരെയേറെ കൗതുകത്തോടെയാണ് ഉദ്ഘാടന ചടങ്ങ് കണ്ടുകൊണ്ടിരുന്നത്. കമ്മീഷനിങ് ചടങ്ങുമായി ബന്ധപ്പെട്ട ചില കൗതുകങ്ങളും രസകരമായ രാഷ്ട്രീയ പോയിന്റുകളും പറയാനാണ് ഈ വീഡിയോ. രാഷ്ട്രീയ പോയിന്റുകൾ പറയാൻ മാത്രമാണ്, രാഷ്ട്രീയം പറയാനല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ പോയിന്റുകളിലൂടെ ഉദ്ഘാടന ചടങ്ങിന്റെ രാഷ്ട്രീയം നിങ്ങൾക്ക് തന്നെ വായിച്ചെടുക്കാം. ചാനലുകൾ ലൈവ് റിപ്പോർട്ടിംഗ് തുടങ്ങിയപ്പോൾ തന്നെ രസകരമായ ട്രോളുകൾക്കാണ് സോഷ്യൽ മീഡിയ സാക്ഷ്യം വഹിച്ചത്. അത് രാജീവ് ചന്ദ്രശേഖരൻ എന്ന BJP സംസ്ഥാന അധ്യക്ഷൻ വേദിയിലിരുന്നതുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം വേദിയിലിരുന്ന് പ്രവർത്തകർക്കൊപ്പം മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. ആ സമയത്ത് വേദിയിലേക്ക് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇത് സൂചിപ്പിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലെ ഇടതുപക്ഷ ഹാൻഡിലുകളിൽ പുതിയ വാക്ക് പ്രത്യക്ഷപ്പെട്ടത്. അത് ചന്ദ്രനടി എന്നാണ്. പിന്നീട് അത് കോൺഗ്രസ് അനുകൂല പേജുകളും ഏറ്റെടുത്തു. നമുക്കറിയാം, പണ്ട് കൊച്ചി മെട്രോയുടെ ഉദ്ഘാടന സമയത്ത് BJP സംസ്ഥാന അധ്യക്ഷനായിരുന്ന കുമ്മനം രാജശേഖരൻ പ്രധാനമന്ത്രിക്കൊപ്പം മെട്രോയിൽ യാത്ര ചെയ്തപ്പോൾ പിന്നീട് ട്രോളുകളിൽ എല്ലാം ഉപയോഗിച്ചു വരുന്ന വാക്കാണ് കുമ്മനടി. അർഹതയില്ലെങ്കിലും ഒരു പ്രധാന വേദിയിൽ കയറിയിരുന്ന് ആളാകുന്നതിനെയാണ് കുമ്മനടി കൊണ്ട് ട്രോളർമാർ ഉദ്ദേശിക്കുന്നത്. അതുപോലെ വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിന് പിന്നാലെ രൂപപ്പെട്ടു വരുന്ന ഒരു വാക്കാണ് ചന്ദ്രനടി. ഇത് ഇനി ഏറെക്കാലം കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ട്രോളുകളിൽ തിളങ്ങി നിൽക്കുമെന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷനായി തുടരുന്ന സാഹചര്യത്തിൽ. ഇപ്പോൾ തന്നെ പുലിവാൽ കല്യാണം സിനിമയിലെ ജഗതിയുടെയും ലാലു അലക്സിന്റെയും ശബ്ദം വെച്ചുള്ള ട്രോൾ MLA മാർ ഉൾപ്പെടെ ഷെയർ ചെയ്യുന്നുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസ് രാജീവ് ചന്ദ്രശേഖർ വേദിയിൽ ഇരുന്നു കൊണ്ട് നടത്തിയ പ്രകടനങ്ങളെ മീഡിയ 1 ചാനലിൽ വിമർശിച്ചത് ഇങ്ങനെയാണ്. ആ സ്റ്റേജിലേക്ക് ഒന്ന് നോക്കൂ. അവിടെ ഒരു വ്യക്തി ഇരിക്കുന്നത് കാണാം. അദ്ദേഹം മുദ്രാവാക്യം വിളിക്കുകയാണ്. സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാർ ആരൊക്കെ വേദിയിൽ ഇരിക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ മന്ത്രിമാരും അവിടെ പോയി ഇരിക്കേണ്ട സാഹചര്യമില്ല. കുറേ ആളുകൾ സദസ്സിലിരിക്കണം. ധനമന്ത്രി ഉൾപ്പെടെ സദസ്സിലിരിക്കുകയാണ്. എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എത്രയോ നേരത്തെ വന്ന് വേദിയിലിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെടുകയാണ്. ജനാധിപത്യ വിരുദ്ധമല്ലേ? അവിടെ ഇരിക്കുന്നതിൽ അദ്ദേഹം അല്പം മാന്യത കാണിക്കണ്ടേ? ഇതൊക്കെ അല്പത്തരമല്ലേ? എന്നിട്ട് സ്റ്റേജിലിരുന്ന് മുദ്രാവാക്യം വിളിക്കും. BJPയുടെ തിരുവനന്തപുരത്ത് കിട്ടാവുന്ന എല്ലാ പ്രവർത്തകരെയും ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇതിനെ ജനാധിപത്യ വിരുദ്ധവും അല്പത്തരവുമായിട്ട് കാണണം. ഈ അല്പത്തരം മലയാളി പൊറുക്കില്ല എന്നൊക്കെയാണ് റിയാസ് വിമർശിച്ചുകൊണ്ട് മീഡിയ 1 ചാനലിൽ പറഞ്ഞത്. ഇനി നമുക്ക് മന്ത്രി VN വാസവന്റെ സ്വാഗത പ്രസംഗത്തിലേക്ക് വരാം. മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. കാലം കാത്തുവെച്ച കർമ്മയോഗി, വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശില്പി എന്നൊക്കെയാണ് അദ്ദേഹം പിണറായി വിജയനെ വിശേഷിപ്പിച്ചത്. ഒപ്പം വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ പങ്കാളിയായ അദാനി ഗ്രൂപ്പിനെ പാർട്ട്ണർ എന്ന് വാസവൻ വിശേഷിപ്പിച്ചു. അതേസമയം BJP സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരൻ, അദ്ദേഹം വേദിയിൽ ഇരിപ്പുണ്ടല്ലോ, അദ്ദേഹത്തെ മുൻ കേന്ദ്രമന്ത്രി എന്ന് മാത്രമാണ് സ്വാഗതം പറഞ്ഞുകൊണ്ട് VN വാസവൻ പരാമർശിച്ചത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലേക്ക് വന്നാൽ, കശ്മീർ ഭീകരാക്രമണത്തിൽ മരിച്ചവരെ ഓർമ്മിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രസംഗം തുടങ്ങിയത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഏറ്റവും ശ്രദ്ധേയം. അങ്ങനെ അതും നമ്മൾ നേടി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇടതുപക്ഷ സോഷ്യൽ ഹാൻഡിലുകൾക്ക് ഏറെക്കാലം ആഘോഷിക്കാവുന്ന ഒരു വാക്ക്. നോക്കിക്കോളൂ, അടുത്ത തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഈ വാക്കിന്റെ ഉപയോഗം എത്രത്തോളം ആയിരിക്കുമെന്ന് നമുക്ക് കാണാം. ഇപ്പോൾ തന്നെ CPM സോഷ്യൽ മീഡിയ പേജുകളിൽ ഈ വാക്ക് വന്നു കഴിഞ്ഞു. പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞ് പിന്നീട് പ്രസംഗം തുടർന്ന മുഖ്യമന്ത്രി കേന്ദ്രത്തിലെ BJP സർക്കാരിനെതിരായ രാഷ്ട്രീയം തന്നെയാണ് വ്യക്തമായി പറഞ്ഞത്. അത് പക്ഷെ നേരിട്ട് അല്ല ആ രാഷ്ട്രീയം പറഞ്ഞത്. പകരം വിഴിഞ്ഞത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ശ്രമിക്കുന്ന BJPക്കെതിരെയുള്ള ഒളിയമ്പായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട കണക്കുകൾ നിരത്തുകയായിരുന്നു മുഖ്യമന്ത്രി പിന്നീട് ചെയ്തത്. സംസ്ഥാനം ചെലവഴിച്ച തുകയും അദാനി ചെലവഴിച്ച തുകയും കേന്ദ്രം തന്ന തിരിച്ചെടുക്കേണ്ട
വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടുമൊക്കെ കൃത്യമായി പരാമർശിച്ച് ബുദ്ധിപരമായ ഒരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. അതായത് 8686 കോടിയിൽ 5370.86 കോടി സംസ്ഥാനമാണ് വഹിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ബാക്കി 2497 കോടി അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് മുടക്കുന്നത്. 818 കോടിയുടെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടാണ് കേന്ദ്രം നൽകുന്നത്. ഈ ഫണ്ട് തിരിച്ചു നൽകേണ്ടതാണ്. അതായത് ഇതൊരു ലോണാണ്. ആ ലോണ് പലിശ സഹിതം കേന്ദ്രത്തിന് തിരിച്ചടയ്ക്കണം. രാഷ്ട്രനഷ്ടം വലിയൊരു അളവിൽ പരിഹരിക്കാൻ കേരളത്തിന് കഴിയുന്നു എന്നത് കേരളത്തിനാകെ അഭിമാനകരമാണെന്നും മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞു. ഇനിയുള്ളത് പ്രധാനമന്ത്രിയുടെ പ്രസംഗമാണ്. വിഴിഞ്ഞത്തിന്റെ പ്രാധാന്യം പറഞ്ഞും രാഷ്ട്രീയം പറഞ്ഞും തന്നെയാണ് മോദിയും പ്രസംഗിച്ചത്. അദാനിയെ പ്രശംസിച്ചു. ഞാൻ വിഴിഞ്ഞം തുറമുഖം കണ്ടു. ഇത്ര വലിയ തുറമുഖം കേരളത്തിൽ നിർമ്മിച്ചതിന് ഗുജറാത്തുകാർ അദ്ദേഹത്തോട് പിണങ്ങുമെന്നാണ് മോദി പറഞ്ഞത്. പിന്നാലെയാണ് ഇന്ത്യ സഖ്യത്തെ കുത്തിക്കൊണ്ടുള്ള പ്രധാനമന്ത്രിയുടെ പരാമർശമുണ്ടായത്. വേദിയിലെ ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കളായ പിണറായി വിജയനും ശശി തരൂരും ഈ വേദിയിലുണ്ട്. അദാനി നിർമ്മിച്ച വിഴിഞ്ഞം തുറമുഖം ഇന്ത്യ സഖ്യത്തിലെ പലരുടെയും ഉറക്കം കെടുത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദാനിയെ എപ്പോഴും വിമർശിക്കുന്ന രാഹുൽ ഗാന്ധിയെ ഉദ്ദേശിച്ച് തന്നെയാണ് മോദിയുടെ ഈ പരാമർശം. അതായത് BJP നേതാവ് വേദിയിലുണ്ട്, അതായത് മോദി വേദിയിലുണ്ട്, ശശി തരൂരുണ്ട്, ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവായ പിണറായി വിജയനുമുണ്ട്. അവരെല്ലാം ഇരുന്നു കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്ന തുറമുഖം ആരുടേതാണ്, അല്ലെങ്കിൽ ആര് നിർമ്മിച്ചതാണ്? അദാനി നിർമ്മിച്ചതാണ്. അതാണ് മോദി ആ ഒരു പരാമർശത്തിലൂടെ അതിൻ്റെ രാഷ്ട്രീയം അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ പ്രധാനമന്ത്രി പറഞ്ഞ ഈ ഭാഗം കൃത്യമായി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പരിഭാഷകന് കഴിഞ്ഞില്ല. അവിടെയും തീർന്നില്ല. VN വാസവൻ അദാനിയെ പാർട്ട്ണർ എന്ന് വിശേഷിപ്പിച്ചതും മോദി ഏറ്റുപിടിച്ചു. ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി ഇങ്ങനെ പറയുന്നതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ മാറ്റമെന്നാണ് മോദിയുടെ ആ കുത്ത്. ഇത്തവണ CPM-ന് ഇട്ടാണ് ആ കുത്ത് എന്ന് മാത്രം. സ്വകാര്യ നിക്ഷേപത്തിൽ CPM-ന്റെ നിലപാടിൽ വന്ന മാറ്റത്തെയാണ് മോദി ആ പരാമർശം കൊണ്ട് ഉദ്ദേശിച്ചത്. വിഴിഞ്ഞത്തിലെ ക്രിസ്ത്യൻ ജനസംഖ്യയുടെ സാധ്യത മനസ്സിൽ കണ്ട് ഫ്രാൻസിസ് പോപ്പിനെ കുറിച്ചും മോദി പ്രസംഗത്തിൽ പറഞ്ഞു. തനിക്ക് പലതവണ മാർപ്പാപ്പയെ കാണാൻ അവസരം കിട്ടിയ കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞു. കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തെ ഒപ്പം നിർത്താനുള്ള മോദിയുടെ ചില പൊടിക്കൈകൾ അവിടെ നമ്മൾ കണ്ടു. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ പരിഭാഷയെക്കുറിച്ചാണ്. ബോർ ട്രാൻസ്ലേഷൻ ആയിരുന്നു എന്നാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇതിനെക്കുറിച്ച് മുരളി തുമ്മാടി കൂടി എന്നെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പ്രസംഗങ്ങൾ തത്സമയം തർജ്ജമ ചെയ്യുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി പോലുള്ള ഒരാൾ സംസാരിക്കുമ്പോൾ അത് വളരെയേറെ കടുപ്പമാണ്. പക്ഷേ എനിക്കറിയാവുന്നിടത്തോളം ഇത്തരം പ്രസംഗങ്ങൾ, അതായത് പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കുന്നതാണ്. അതുകൊണ്ട് അല്പം കാലേക്കൂട്ടി തയ്യാറെടുക്കാൻ സാധിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തർജ്ജമ ഒട്ടും നിലവാരം ഇല്ലാത്തതായിപ്പോയി എന്ന് എനിക്ക് തോന്നി. അനവധി പദങ്ങൾ ഹിന്ദിയിൽ നിന്നും ഇംഗ്ലീഷിലേക്കാണ് തർജ്ജമ ചെയ്തത്. മലയാളത്തിൽ വാക്കുകൾ കിട്ടാൻ ബുദ്ധിമുട്ടില്ലാത്ത ഫ്രണ്ട്സ്, എംപ്ലോയ്മെന്റ്, ഇൻഫ്രാസ്ട്രക്ചർ, ഷിപ്പ് ബിൽഡിംഗ് എന്നിങ്ങനെയുള്ള വാക്കുകൾ പോലും ഇംഗ്ലീഷിലേക്കാണ് ഈ പരിഭാഷകൻ തർജ്ജമ ചെയ്തത്. 30 വർഷമായി ഗുജറാത്തിൽ തുറമുഖങ്ങൾ നിർമ്മിച്ചിട്ടും വിഴിഞ്ഞം പോലെ ഒന്ന് അവിടെ ഉണ്ടാക്കിയില്ല എന്നതിൽ അവിടത്തുകാർക്ക് അദാനിയോട് ദേഷ്യം വരുമെന്ന് പ്രധാനമന്ത്രി തമാശ രൂപത്തിൽ പറഞ്ഞതിനെ പരിഭാഷകൻ പറഞ്ഞതിനോട് പരിഭാഷ അതിനോട് ഒട്ടും നീതി പുലർത്തിയില്ല. അതുപോലെ തന്നെ 3 വ്യത്യസ്ത പാർട്ടികളിൽ നിന്നുള്ള പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ശശി തരൂർ ഇവർ ഒത്തൊരുമിച്ചാണ് ഈ പരിപാടിക്ക് എത്തിയിരിക്കുന്നത് എന്നുദ്ദേശിച്ച് പറഞ്ഞ വാക്യത്തിൽ പരിഭാഷകൻ എയർലൈനെ പറ്റിയുള്ള പരാതികൾ ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്തോ ആണ് പറഞ്ഞത്. പക്ഷെ അത് ആർക്കും മനസ്സിലായില്ല. ഒരുപക്ഷെ എഴുതി വച്ചിരിക്കുന്ന വരിയിൽ നിന്ന് മാറി പ്രധാനമന്ത്രി സംസാരിച്ചതായിരിക്കാം കാരണം. അങ്ങനെ എഴുതി വെച്ചതായിരുന്നു പരിഭാഷയെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ കൃത്യമായ മലയാളം വാക്കുകൾ ഉപയോഗിക്കാതിരുന്നത് കൂടുതൽ മോശമായി എന്ന് മുരളി തുമ്മാരി കൂടി പറയുന്നു. മാത്രമല്ല ഭാവിയിൽ AI സാങ്കേതിക വിദ്യയിൽ പരിഭാഷ നമുക്ക് കഴിയാം എന്നുള്ള പ്രത്യാശയും അദ്ദേഹം പങ്കുവയ്ക്കുന്നു. ഇതൊക്കെയാണ് വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ വേദിയിൽ കണ്ടത്. സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല. അതിലും ഒരു രാഷ്ട്രീയമുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ വിഴിഞ്ഞം സംഭാവനകളെ അവഗണിച്ചതാണ് സതീശന്റെ പ്രതിഷേധത്തിന് കാരണമായത്. അതേസമയം കോവളം MLA ആയ വിൻസെന്റ് ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. അങ്ങനെ സംഭവബഹുലമായ വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ കഴിഞ്ഞു. കേരളത്തിന്റെ വലിയ നേട്ടമാണ് വിഴിഞ്ഞം എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ ഇത് കേരളത്തിൻ്റെ ആകെ പദ്ധതിയാണ്. എല്ലാ ജനങ്ങൾക്കും ക്രെഡിറ്റ് ഏറ്റെടുക്കാവുന്ന പദ്ധതിയാണ്. നമുക്ക് അഭിമാനപൂർവ്വം ലോകത്തെവിടെയും പറയാവുന്ന പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖം. ഒരു മലയാളി എന്നതിൽ നമുക്ക് അതിൽ അഭിമാനിക്കുകയും ചെയ്യാം.
നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? വിഴിഞ്ഞത്തിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനുള്ള ഈ രാഷ്ട്രീയ നീക്കങ്ങളെ, ഈ കമ്മീഷനിങ് വേദിയിൽ വരെ വന്ന രാഷ്ട്രീയ നീക്കങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഒപ്പം വിഴിഞ്ഞം കമ്മീഷൻ വേദിയിൽ കണ്ട കാഴ്ചകളെക്കുറിച്ച്, അവിടുത്തെ ചില ഷോകളെക്കുറിച്ച്, അവിടുത്തെ പ്രസംഗങ്ങളെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം.